നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിനുള്ള മെറ്റീരിയലാണിത്. ഇതൊരു മൾട്ടി കളർ ഒരു പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയലാണ്, ഫ്ലോയി മെറ്റീരിയൽ. നമുക്കതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കാം. നമ്മളിത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അത് ടോപ്പ് പാർട്ട്, ഒരു ബോഡി പാർട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് കുറച്ച് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലെങ്ത് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, സീം അലവൻസ് കൂട്ടിയിട്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ 6 ഇഞ്ച്, ആം ഹോളും 6 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിനി ആം ഹോൾ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ആം ഹോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം 6 ഇഞ്ച് എടുത്തിട്ട് അത് കറക്റ്റ് ആവുമോ എന്നുള്ളത്. ഇനി ചെസ്റ്റ് 8 ഇഞ്ചാണ്, 9 ഇഞ്ചാണ്. 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്, ടോട്ടൽ 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ആം ഹോൾ ലൈൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഫ്രഞ്ച് കർവ് സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ആം ഹോൾ ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ 1/2 ഇഞ്ച് കൂടെ താഴത്തേക്ക് മാറ്റി വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് പാർട്ട് മാർക്ക് ചെയ്യുന്നു. അത് 8 ഇഞ്ച്, 7 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച്, 7 ഇഞ്ച് 1 ഇഞ്ച് സീം അലവൻസായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആ വേസ്റ്റിൻ്റെ എൻഡ് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോളും നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടില്ല, അത് ഞാൻ പിന്നെ ചെയ്യുന്നുള്ളൂ. ഇനി ബാക്ക് പീസ് ചെയ്യാനായിട്ട് ഞാൻ മെറ്റീരിയൽ സേവ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് ചെറിയൊരു അത് തിരിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. കറക്റ്റായിട്ട് ഞാൻ വരച്ചെടുത്തിട്ട് ഇത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസ്. 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹുക്കിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അതിനുമുമ്പ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് ഒരു 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ചാണ് ആക്ച്വലി വേണ്ടത്. ഞാൻ 2.25 എടുത്തിരിക്കുന്നത്. ഞാൻ ക്യാൻവാസ് വെക്കുന്നില്ല, ഒരു തുണി വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്യണം. ഡെപ്ത്ത് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബാക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഹോൾ സ്കെയിൽ വെച്ചിട്ട് ബാക്കിൻ്റെ നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഒരു വി നെക്കാണ് വെക്കുന്നത്, ഒരു വൈഡ് വി ആണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വി ഷേപ്പ് വരച്ചിട്ട് 1/4 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് വൈഡ് വി ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു വൈഡ് വി ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ താഴത്തെ പീസ് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. 4 പീസായിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഫ്രണ്ടും ബാക്ക് നമുക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് പ്ലേറ്റ്സ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം പ്ലേറ്റ്സ് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലൈൻ വരച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുന്നു. ഇനി നമ്മളതിൻ്റെ നെക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. നെക്ക് ഒരു തുണി വെച്ചിട്ട് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടിട്ട് കൊടുത്തിട്ട് നമ്മളത് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് താഴെ നമ്മൾ പ്ലേറ്റ്സ് ഇടേണ്ട മെറ്റീരിയൽ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബോഡി പീസ് വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ്സ് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ബോഡി പീസ് വെച്ചിട്ട് മുകളിലോട്ട് വെക്കുന്ന ബോഡി പീസാണ്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
അങ്ങനെ നമ്മൾ പ്ലേറ്റ്സ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഇനി ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. പ്ലേറ്റ്സ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒതുങ്ങി നിൽക്കും. ആദ്യമായിട്ട് പ്ലേറ്റ്സ് ഒന്ന് ലെവലായിട്ടൊന്ന് പിടിക്കണം. എൻ്റെ കയ്യിൽ സ്റ്റീം അയൺ ബോക്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിത് അയൺ ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് പ്ലേറ്റ്സ് എല്ലാം പിടിച്ചിട്ടുണ്ടോ? ഒരു സെക്ഷൻ ഇങ്ങനെ പിടിച്ചു, അത് അയൺ ചെയ്തതിന് ശേഷമാണ് അടുത്ത സെക്ഷൻ ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഹീറ്റ് കൊടുത്താൽ മതി. ഒരുവിധമൊക്കെ കറക്റ്റായിട്ട് കിട്ടും, എങ്കിലും സ്റ്റീം അയൺ ബോക്സിൽ അത്രയും കറക്റ്റായിട്ട് കിട്ടത്തില്ല, എങ്കിലും കുറച്ചൊക്കെ നന്നായിട്ട് കിട്ടും. ഇങ്ങനെ കുറച്ച് കുറച്ച് പ്ലേറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം അവിടെ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളതിൻ്റെ സ്ലീവ് ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലിലാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ലീവൊക്കെ വരുന്നത്. മുകളിലിട്ടിട്ടുള്ളൊരു ഫോട്ടോ കൊടുത്തേക്കാം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.